നമസ്കാരം. നമ്മുടെ സുന്ദർബൻ യാത്രയുടെ രണ്ടാമത്തെ പാട്ടാണ് ഈ വീഡിയോ. ആദ്യത്തെ പാട്ട് കാണാത്തവരാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ പാട്ട് കാണാൻ മറക്കരുത്. ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട ഇക്കോ വില്ലേജിൻ്റെ ബ്യൂട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ യാത്രയുടെ രണ്ടാമത്തെയും അവസാനത്തെയും ദിവസമായ ഇന്നത്തെ യാത്ര സുന്ദർബൻ ഫോറസ്റ്റിനകത്തോട്ടാണ്. ഇതിൻ്റെ 80% യാത്രയും ബോട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ സുന്ദർബൻ ഫോറസ്റ്റിലോട്ടുള്ള യാത്ര. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. ഏതാണ്ട് 7 മണിയോടെ യാത്ര തുടങ്ങിയ നമ്മുടെ ബോട്ട് ആദ്യമായിട്ട് പോയത് ഗൊസാവ ഐലൻഡിൻ്റെ മാർക്കറ്റിലോട്ടാണ്. അന്നത്തെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള വെജിറ്റബിൾസും ഗ്രോസറിയും വാങ്ങാനായിരുന്നു ആ സ്റ്റോപ്പ്. Life lessons come one in a dozen. The other 11 give something from nothing. ഈ സുന്ദർബൻ ഏരിയയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഗൊസാവ മാർക്കറ്റ്. ഇതാണ് നമ്മുടെ ബോട്ട്. ഇതിൽ 2 നിലയുണ്ട്. മുകളിലത്തെ നിലയാണ് ഇരിക്കാനുള്ളത്. ഇതിന് താഴെയാണ് കിച്ചണും റെസ്റ്റിംഗ് റൂമും ഉള്ളത്. അവിടെ നിന്ന് നേരെ പോയത് സുന്ദർബൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോയിന്റിലോട്ടാണ്. ഫോറസ്റ്റിനകത്തോട്ട് കയറാനുള്ള പെർമിഷനും അവിടെ നിന്നും ഒരു ഫോറസ്റ്റ് ഗാർഡിനെ പിക്ക് ചെയ്യാനും വേണ്ടിയാണ് അങ്ങോട്ടുള്ള യാത്ര. സുന്ദർബൻ ഫോറസ്റ്റിനകത്തോട്ട് പോകുന്ന എല്ലാ ബോട്ടിലും ഒരു ഫോറസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് വേണമെന്നുള്ളത് കമ്പൽസറിയാണ്. ഇതാണ് ഞങ്ങളുടെ കൂടെ വന്ന ഫോറസ്റ്റ് ഗാർഡ്. പുള്ളി സുന്ദർബൻ മാംഗ്രോവ് ഫോറസ്റ്റിനെ പറ്റിയും റോയൽ ബംഗാൾ ടൈഗറിനെ പറ്റിയും വിവരിച്ചു തന്നു. അങ്ങനെ നമ്മുടെ സുന്ദർബൻ യാത്രയിൽ ആദ്യത്തെ അനിമൽ സ്പോട്ട് ചെയ്തു. ഈ അനിമൽ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക. നമ്മുടെ റോയൽ ബംഗാൾ ടൈഗറിൻ്റെ സ്വന്തം സ്ഥലമായ സുന്ദർബനിൽ ഒരു ടൈഗറിനെ സ്പോട്ട് ചെയ്യാനുള്ള ആകാംക്ഷയുമായി നമ്മുടെ യാത്ര തുടർന്നു.
ഇതൊരു വാച്ച് ടവറാണ്. 4 ചുറ്റും ഫെൻസിങ് ചെയ്തിട്ടുള്ള ഒരു വാച്ച് ടവർ. ഇവിടെയുള്ള അനിമൽസിനെയൊക്കെ കാണാനായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. സുന്ദരി എന്ന വൃക്ഷം കൂടുതലുള്ളത് കാരണമാണ് സുന്ദർബന് ആ പേര് വന്നതെന്ന് ഗൈഡ് നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. ഇതൊരു മാൻ മെയ്ഡ് പോണ്ടാണ്. ഇവിടെയുള്ള ബേർഡ്സിനും അനിമൽസിനും ഒക്കെ കുടിവെള്ളം കിട്ടാനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു കുളം. സുന്ദർബൻ എന്ന ഏരിയ ഒരു ഡെൽറ്റയായത് കാരണം ഇവിടെ ഫ്രഷ് വാട്ടർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേലിയേറ്റവും വേലിയിറക്കവും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഈ സ്ഥലത്ത് ഉള്ള വെള്ളമെല്ലാം സാൾട്ടി വാട്ടറാണ്. ഇവിടെയുള്ള മെജോറിറ്റി അനിമൽസും ഈ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഈ മാൻമെയ്ഡ് പോണ്ട് ഈ അനിമൽസിന് വേണ്ടി ഒരു വലിയ സഹായം തന്നെയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മുതലയാശാൻ വെയിൽ കൊള്ളുന്ന കാഴ്ച നമ്മുടെ കണ്ണിൽപ്പെട്ടത്. കുറേ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെങ്കിലും നമ്മുടെ പുള്ളിക്ക് ഒരു കൂസലുമില്ലായിരുന്നു. പുള്ളി വെയിലും കൊണ്ട് സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു വാച്ച് ടവറിലേക്ക് പോയി അവിടെയും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മുടെ റോയൽ ബംഗാൾ ടൈഗറിനെ തേടിയുള്ള യാത്ര തുടർന്നു. നാലര മണിയോടുകൂടി നമ്മുടെ ഈ രണ്ടാമത്തെ ദിവസത്തെ യാത്രയും അവസാനിച്ചു. ഒരുപാട് മെമ്മറബിൾ മൊമെന്റ്സ് തരുന്ന ഈ യാത്ര ഒരു കാര്യം മാത്രം ബാക്കി വെച്ചു: ഒരു സെൽഫി വിത്ത് റോയൽ ബംഗാൾ ടൈഗർ.